ചങ്ങായിമാരെ അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ വെയിലും കൊണ്ടിതാ പണിക്ക് പോയിക്കൊണ്ട് വന്നിട്ടാ. ഇന്ന് എൻ്റെ കൂടി ഉണ്ടല്ല ചങ്ങായിമാരാരുമില്ല, എല്ലാവർക്കും അവരവരതായ ചെറിയ തിരക്കും കല്യാണം കാര്യങ്ങളെല്ലാം ആയതുകൊണ്ടാണ് കേട്ടാ. പോരാത്തതിന് ഞായറാഴ്ച സൺഡേ ഹോളിഡേ എന്നാന്നല്ല, പിന്നെ നമുക്കുണ്ടല്ല ഇങ്ങനെ ആൾക്കാർ വീട്ടിലുള്ള ദിവസം മാത്രമല്ലേ നമുക്ക് പണിക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പൊതുവെ എനിക്കുണ്ടല്ല ഈ വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ഇല്ല അന്ന് അധികം പണി ഉണ്ടാവില്ല കേട്ടാ. ഈ വീട്ടിലുണ്ടല്ല എൻ്റെ റീൽ കണ്ടിട്ട് തന്നെയാണ് എന്നെ വിളിച്ചത്. ഇത് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പണിക്ക് വരുന്നത് കേട്ടാ. ഇന്ന് നമുക്ക് മെയിനായിട്ട് വൃത്തിയാക്കേണ്ടത് എടുത്ത ഗേറ്റും അതുപോലെ തന്നെ വീടിൻ്റെ സ്റ്റെപ്പുമാണ്. വന്നപ്പാട് ഞാൻ പിന്നെ ടൈമൊന്നും കളയാൻ നിന്നിട്ടില്ല. ഷാമ്പു ഇങ്ങനെ ഇട്ട് ബക്കറ്റിൽ ഇങ്ങനെ കലക്കിക്കൊണ്ടൊക്കെയാണ് കേട്ടാ. പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് വേറെ പരിപാടികളും കാര്യങ്ങളും കല്യാണത്തിലുണ്ട്. അതുകൊണ്ട് പരിപാടി വേഗം തീർക്കാൻ വേണം. പിന്നെ ഇന്ന് ഒപ്പരാരും ഇല്ലാത്തതുകൊണ്ട് ആടിയിടിയും ക്യാമറ വെച്ചിട്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ വേണം കേട്ടാ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ചങ്ങായിമാരുടെ ഒരു കാര്യം പറയാനുള്ളൂ. ചങ്ങായിമാരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലല്ല അതിനെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ആക്കണം കേട്ടാ. നിങ്ങളെ ഫോളോ അല്ല എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെങ്കിലും കൂടി ഉണ്ടാകുന്നൊരു ബലല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ വിജയത്തിലേക്ക് എത്തുമ്പോഴും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ കുറേ നേരം കുറച്ച് സൈഡായിട്ടുണ്ടല്ല ആ വീട്ടിൽ നല്ല ഇഡ്ഡലി കിട്ടിയിട്ടാ. ഇഡ്ഡലി സാമ്പാറും കഴിച്ചിട്ട് ആ വീടിൻ്റെ ബാക്ക് വശത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വന്നേട്ടാ. നല്ലൊരു തറവാടാണ്, അതുകൊണ്ട് ഇരിക്കാൻ ഭയങ്കര രസമാണ്. 2026 തുടങ്ങിയോണ്ട് തന്നെ ഒരുപാട് ആഗ്രഹങ്ങളിൽ ഉണ്ടെങ്കിലുണ്ടല്ല അതിനൊന്നും ഒരു തുടക്കം വെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടാ. എങ്ങനെ 2025 അവസാനിച്ചോ അതുപോലെ ഇങ്ങനെ 2026 ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ഒരിക്കൽ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടാ. പിന്നെ ഇതാ സ്റ്റെപ്പ് എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് വെയിൽ വണ്ടേ കയറിനി. അങ്ങനെ ഒടുവിൽ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞിട്ടാ. ഈ പണി എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൈസയും വാങ്ങി ഇറങ്ങുമ്പോൾ വീണ്ടും നമുക്കൊരു ഊർജ്ജം കിട്ടും. അതുപോലെയാണ് എൻ്റെ ലൈഫിലെ പല കാര്യങ്ങളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നിട്ടാ. പലപ്പോഴും ഇങ്ങനെ ഒന്നും വിചാരിച്ച പോലെ നടക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഡൗൺ ആകുന്ന സമയത്തുണ്ടല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നല്ല നൈസായിട്ട് പോകുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, അതൊന്നും വേറെ എന്നിട്ടാ. പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ട്രസ്റ്റ് ദ പ്രോസസ്. അപ്പോൾ വേറെ ഒന്നുമില്ല, നിങ്ങളെ പരിപാടി നടക്കട്ടെ, അതിൻ്റെ പരിപാടി നടക്കട്ടെ.